ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചെറുപഴം കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നാവിൽ അലിഞ്ഞിറങ്ങുന്ന നല്ലൊരു ഹൽവ റെസിപ്പിയാണ്. സാധാരണ ഹലുവ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും, ഇളക്കി ഇളക്കി കൈയൊക്കെ വേദന എടുക്കും. ഇത് അങ്ങനെയൊന്നുമല്ല, വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നാവിൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപഴം കൊണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹലുവയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാറാണ്. അതിലേക്ക് നന്നായി പഴുത്തിട്ടുള്ള ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് രണ്ടായിട്ട് നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഞാലിപ്പൂവൻ പഴത്തിന് പകരം നിങ്ങൾക്ക് സാധാ ചെറുപഴം ഏതായിരുന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇതുപോലെ പൊട്ടിച്ച്, ഞാനിപ്പോൾ ഇവിടെ 6 എണ്ണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 6 പഴത്തിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് പറയുന്നത്. ഒരു യെല്ലോ കളർ കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫുഡ് കളർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ നല്ലൊരു മണത്തിന് വേണ്ടി 2 ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പാലാണ്. നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മിക്സ് ഇതുപോലൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഓണാക്കണ്ട. ജാറിലുള്ള മുഴുവൻ മിക്സും ഇതുപോലെ സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പഴം നന്നായിട്ട് അരഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കണം. എന്നാലേ നല്ല പോലെ അരഞ്ഞു കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കട്ടകട്ടയായിട്ട് അരയാതെ പഴം കിടക്കും. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ കൂടി പാലൊഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 1/2 കപ്പ് അളവിൽ 1 കപ്പ് നിറയെ പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മധുരത്തിനായി 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നെയ്യാണ്. ഇതുപോലെ 3 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുവരേക്കും ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഓണാക്കി കൊടുക്കണ്ട. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓണാക്കി കൊടുത്താലേ കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കട്ടകട്ടയായിട്ടിരിക്കും. ഇപ്പോൾ ഇതാ നന്നായിട്ട് കൈവിടാതെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതിന് തീരെ കളർ പോരാ, അപ്പോൾ കുറച്ചുകൂടി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം കൂട്ടിയിട്ട് ഇതുപോലെ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളറാണ് ഇട്ട് കൊടുത്തിരുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കളറാവും. ഇത്രയും ഇട്ട് കൊടുത്താൽ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ടാണ് ഒരുപാട് കളറാവാത്തത്. ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് രുചി വ്യത്യാസമോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ അതാ പെട്ടെന്ന് തന്നെ കുറുകി വരുന്നുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 3 സ്പൂൺ അളവിലും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടി കുറുകി കിട്ടാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് വരുന്ന സമയത്ത് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1-2 സെക്കൻഡ് കൈവിടാതെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഈ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കരുത്. ചൂടോടുകൂടെ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിക്കുന്ന പരുവത്തിലാക്കി എടുക്കാനാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു 30 മിനിറ്റ് നേരം ഇതേപോലെ വെച്ചിരുന്നതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ പ്ലേറ്റിൽ നിന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സ്പാച്ച് കൊണ്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കറക്കി എടുത്തതിന് ശേഷം അത് പ്ലേറ്റിൽ നിന്ന് ഒന്ന് ഇളകി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ദാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി ഒരു ഹൽവ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.